പിടിക്ക്, വേഗം പിടിക്ക്, ആ കള്ളനെ പിടിക്ക്. ഞാൻ പിടിച്ചു. എടാ കഴുതേ, എന്നെയല്ല, ആ കള്ളനെ പോയി പിടിക്ക്. ഇന്ന് ഒരുപാട് നേരം കളിച്ച് വയറാകെ കാലിയായി. എന്താ വയറിനകത്തുള്ള സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും കളഞ്ഞു പോയോ കൊച്ചളിയാ? എടാ മര കഴുതേ, ബണ്ണി പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാ അവൻ ഇപ്പൊ നന്നായിട്ട് വിശക്കുന്നുണ്ടെന്നാണ്. സംശയമുണ്ടോ? എനിക്കറിയാമായിരുന്നു കളി കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് വിശക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. ദാ നോക്കൂ. മേഡം നല്ലതല്ല. ഞാൻ ഉദ്ദേശിച്ചത് മേഡം നല്ലതല്ല, വളരെ നല്ലതാണ്. കാലക്കി. താങ്ക് യു ബണ്ണി. എന്തോന്നാ ഇത്? ഈ പാലില് വെറും വെള്ളത്തിന്റെ അംശമല്ലേ ഉള്ളൂ, വെറും വെള്ളം. ഇതിൽ പാലിന്റെ ഒരു അംശമില്ല. പാലിന്റെ അംശമില്ലെന്നോ? നീ എന്തായി പറയുന്ന പണി? ഇങ്ങോട്ട് തന്നെ, ഞാനൊന്ന് കുടിച്ചു നോക്കിയിട്ട് പറയാം. ഒന്നങ്ങോട്ട് പിടികിട്ടുന്നില്ല, കുറച്ചുകൂടി കുടിച്ചു നോക്കിയിട്ട് പറയാം. ഹണി, ബണ്ണിക്ക് കുടിക്കാൻ വെച്ചിരുന്ന പാലെടുത്ത് നീ കുടിച്ചാ പിന്നെ ബണ്ണി എന്താ കുടിക്കുക? കുടിച്ചോ. ഈ പാല് എനിക്ക് ഒട്ടും തന്നെ ശരിയാകുന്നില്ല. അതെ, ഇന്നത്തെ പാലിന് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഓ, എന്ത് പറ്റി ബണ്ണി? നിനക്ക് പുതിയ പാൽക്കാരൻ കൊണ്ടുവന്ന പാല് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? പുതിയ പാൽക്കാരനോ? ഞങ്ങളുടെ പഴയ ടേസ്റ്റ് ഉള്ള പാലിന് എന്താ പറ്റിയത്? ഓഹോ, ദാ നോക്കൂ, പഴയ പാൽ കച്ചവടക്കാരൻ അയാളുടെ കട അടച്ചു കളഞ്ഞു. അതുകൊണ്ട് പുതിയ പാൽക്കാരന്റെ ഇന്ന് പാല് വാങ്ങിയത്. കട അടച്ചെന്നോ? അതെങ്ങനെയാ? ആ പഴയ പാല് തന്നെയായിരുന്നു എന്റെ ഫേവറേറ്റ്. വരൂ കൂട്ടുകാരെ, നമുക്ക് പഴയ പാല് വാങ്ങിക്കൊണ്ടുവരാം. വേഗം വാ. മേഡം, ആ പഴയ പാൽക്കാരന്റെ പേരെന്താണ്? അതിത്ര ചോദിക്കാതിരിക്കുന്ന പണി. പഴയ പാൽക്കാരന്റെ പേര് പഴയതാണ്, അതാണ് പഴയ പാൽക്കാരൻ, അല്ലേ മേഡം? അയാളുടെ പേര് എന്തോ ആയിക്കോട്ടെ, പക്ഷെ നിന്റെ പേര് എന്നും പമ്പര വിഡ്ഢിന്നായിരിക്കും. സംശയമുണ്ടോ? ഓ എന്റെ ഹണി, പഴയ പാൽക്കാരന്റെ പേര് പഴയതെന്നല്ല, മങ്കയിലാൽ ഉത്സാഹിലാൽ എന്നാണ് അയാളുടെ പേര്. മങ്കയിലാൽ ഉത്സാഹിലാൽ പാൽക്കാരൻ. ദേ പിടിച്ചോ അഡ്രസ്. മാഡം, നമ്മുടെ പുതിയ പാൽക്കാരന്റെ പേരെന്താ? മങ്കയിലാലിനേക്കാളും കൊള്ളാവുന്നൊരു പാൽക്കാരൻ. അപ്പൊ അയാളുടെ പേര് സെയിം ആണോ? ഓഹോ, അല്ല ഹണി, അയാളുടെ പേരാണ് മങ്കയിലാലിനേക്കാളും കൊള്ളാവുന്ന പാൽക്കാരൻ. ഓ, ഇത്രയും വലിയ പേര് കേട്ടിട്ട് എനിക്ക് തല കറക്കം വരുന്ന എന്റെ അമ്മോ. ഈ കാണുന്നതാണ് കട. അയ്യോ, ഇതെന്താ? ഇത് വേറൊരു കടയാണല്ലോ. പറയൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പാല്, തൈര്, വെണ്ണ, പനീർ, എന്താണ് വേണ്ടത്? പറയൂ. ഞാൻ പാക്ക് ചെയ്ത് തരാം. പറയൂ. അതിന് സംസാരിക്കാൻ സമയം തന്നാലല്ലേ സംസാരിക്കാൻ പറ്റൂ. സംശയമുണ്ടോ? ഇവിടെ മങ്കിലാൽ ഉസ്കൂലാലിന്റെ കടയല്ലേ ഉണ്ടായിരുന്നത്? ഉസ്കൂലാലല്ല, ഉത്സാഹിലാൽ. അതെ, മങ്കിലാൽ ഉത്സാഹിലാൽ. അപ്പൊ ആ കട എവിടെ പോയി? അത് പിന്നെ ആ കട അത് പിന്നെ അടച്ചുപൂട്ടിയല്ലോ. പിന്നെ ഇതാ ഇവിടെ മങ്കിലാലിനെക്കാരും നല്ല പാൽക്കാരനും വന്നു. അടച്ചുപൂട്ടിയെന്നു? അതെന്താ അടച്ചുപൂട്ടാൻ കാരണം? അയാളുടെ കയ്യിലുള്ള പാല് മുഴുവൻ ചീത്തയായി, അതുകൊണ്ട് അയാളുടെ കട അടച്ചുപൂട്ടി. അല്ല, അതെങ്ങനെയാ പെട്ടെന്ന് പാലൊക്കെ ചീത്തയാവുന്നത്? ഞങ്ങള് വർഷങ്ങളായിട്ട് അയാളുടെ കടയിൽ പാലാ കുടിക്കുന്നേ. അതെനിക്കറിയില്ല. പക്ഷേ എന്റെ കട അയാളെക്കാളും നല്ലതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വേണ്ട, നിങ്ങളുടെ പാലത്ര പോരാ. ഞാൻ പറഞ്ഞു വന്നതേ, നിങ്ങളുടെ പാലല്ലെന്നാ, മുഴുവനും വെള്ളമാണ്. നീ പറഞ്ഞത് ശരിയാണ് ബണ്ണി. കൂട്ടുകാരെ, മങ്കിലാൽ ചേട്ടൻ പെട്ടെന്ന് കടയടച്ച് പൂട്ടാനുള്ള കാരണം നമുക്ക് കണ്ടെത്തണം. ചേട്ടാ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ മങ്കേലാലിന്റെ വീട് എവിടെയാണെന്ന് പറയാമോ? അതെനിക്കറിയില്ല. വരൂ കൂട്ടുകാരെ, നമുക്ക് നേരിട്ട് പോയി മങ്കിലാൽ ചേട്ടന്റെ വീട് കണ്ടെത്താം.
ചേട്ടാ, ചേട്ടൻ അറിയോ ഈ മങ്കിലാൽ ഉത്സാഹിലാൽ ചേട്ടന്റെ വീട്? ഏ? എടാ ബണ്ണി, നിനക്ക് വയറുകൊണ്ട് ശബ്ദം ഉണ്ടാക്കാനൊക്കെ അറിയാമോ? എന്നെ കൂടി ഒന്ന് പഠിപ്പിച്ചതാ പ്ലീസ്. ബണ്ണിയെ പോലെ നീയും ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയാ മതി. പിന്നെ നിന്റെ വയറ്റിൽ നിന്ന് വന്നോളും ശബ്ദം. സംശയമുണ്ടോ? ഞാനാണ് ധനു, ഇത് ചിന്നു. ഞങ്ങൾ ജോലി അന്വേഷിക്കുകയാണ്. അതെ സർ, ദയവായി ഞങ്ങളുടെ റെസ്യൂം വാങ്ങിക്കൂ സർ. ഉണങ്ങിയ വൈക്കോൽ 3 കെട്ട്, കിട്ടുന്ന പാൽ 50 ലിറ്റർ, ഉറങ്ങാനുള്ള സമയം 10 മണിക്കൂർ, ഹോബീസ് ഡാൻസും പിന്നെ പാട്ടും. ആദ്യം ജോലി ചെയ്തത് മങ്കിലാൽ ഉത്സാഹിലാലിന്റെ അടുത്താണെന്നോ? കൂട്ടുകാരെ, ധനും ചന്നും നേരത്തെ മങ്കിലാലിന്റെ അടുത്താണ് ജോലി ചെയ്തേ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ധനു ചനു, നിങ്ങൾ ഞങ്ങളെ ആ മങ്കേലാൽ ചേട്ടന്റെ അടുത്തൊന്ന് എത്തിക്കാവോ? ഓ, അദ്ദേഹത്തിന്റെ കട അടച്ചു പൂട്ടിയല്ലോ. പക്ഷെ ഞങ്ങൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്കാം. ആ ശരി, വേഗമാകട്ടെ വേഗമാകട്ടെ. ബണ്ണി വിശപ്പ് കൂടി തലകറങ്ങി വീഴും മുമ്പ് വേഗം ഞങ്ങൾ അവിടെ എത്തിക്കേ. ഓ, ആദ്യമൊക്കെ മങ്കേലാൽ ചേട്ടൻ വളരെ ഉത്സാഹത്തിലായിരുന്നു. ഇപ്പൊ ആകെ വിഷമത്തിലാണ്. ഹൊയ് 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 ഹൊയ്. ദാ എത്തിപ്പോയി. ഈ കാണുന്നതാണ് മങ്കേലാൽ ചേട്ടന്റെ വീട്. മങ്കിലാലേട്ടാ, ഞാനാ ബണ്ണി. എനിക്കിപ്പൊ ചേട്ടന്റെ പാൽ അത്യാവശ്യമാ, അല്ലെങ്കിൽ ഞാനിപ്പോ വീണു പോകും. അയ്യോ, ഈ പാല് ചീത്തയായി പോയല്ലോ. എന്ത് പറയാനാ മോനെ, കുറച്ചു കാലമായിട്ട് എന്റെ പാൽ ഇങ്ങനെ പെട്ടെന്ന് ചീത്തയായി പോവുകയാണ്. അതുകൊണ്ട് എന്റെ പാൽക്കട പുതിയ പാൽക്കാരന് വിൽക്കേണ്ടി വന്നു എനിക്ക്. പക്ഷെ എല്ലാ പാലും എങ്ങനെ ഇത്ര പെട്ടെന്ന് ചീത്തയാവുന്നത്? അതെനിക്കും അറിയില്ല മോനെ, എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. കൂട്ടുകാരെ, ഈ പാലിലും കൂടുതൽ വെള്ളം ഉള്ളതുപോലെ തോന്നുന്നു. എന്ന് വെച്ചാൽ എന്തോ പ്രശ്നം ഉള്ളത് പോലെ തോന്നുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ മങ്കേലാൽ ചേട്ടനെ സഹായിച്ചേ മതിയാകൂ. വരൂ. പോപ്പട്ടെ പോപ്പട്ടെ, ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇത് എവിടെന്നാ ഇപ്പൊ കിട്ടുക? പ്രശ്നം നീ തന്നെയാടാ മാര കഴുതേ. അതിന് നീ എന്തിനെ ചൂടാവുന്നേ? എടാ പോപ്പട്ടെ, കറണ്ട് പോയെന്ന് തോന്നുന്നേ. ഹണി ഭയങ്കര ഫണിയാണല്ലോ. ആഹാ കൊള്ളാലോ, ദേ ലൈറ്റ് വീണ്ടും വന്നു. ഈ പാത്രത്തിന് ഭയങ്കര പുളിപ്പ് രുചിയാണല്ലോ. അല്ല, ഈ പാത്രത്തിൽ നിന്ന് നാരങ്ങയുടെ മണമാണല്ലോ വരുന്നേ. അത് ചിലപ്പോ നാരങ്ങയുടെ മണമുള്ള സോപ്പ് കൊണ്ടായിരിക്കും തേച്ച് എഴുതുന്നത്. സംശയമുണ്ടോ? അല്ലല്ലോ, ഉത്സാഹ ചേട്ടൻ ഇതുവരെ അങ്ങനെ ചെയ്ത് കണ്ടിട്ടേ ഇല്ല. കാരണം നാരങ്ങ ചേർത്താൽ പാല് ചീത്തയായി പോവും. എന്ത്? ബണ്ണി, എനിക്കിപ്പോ കാര്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലായി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് അർത്ഥം. അതെ, നമുക്ക് ഇവിടെയുള്ള എല്ലാ പാൽപാത്രങ്ങളും പരിശോധിക്കണം. ഹണി, ഈ പാത്രത്തിൽ നിന്ന് നാരങ്ങയുടെ മണം വരുന്നുണ്ട്. ഇതിന്നും വരുന്നുണ്ട്. മങ്കിലാലേട്ട ഇത്ര ശ്രദ്ധിച്ചിട്ടും നാരങ്ങയുടെ സോപ്പ് ഉപയോഗിച്ചില്ലെങ്കിലും പിന്നെ അതിനർത്ഥം മങ്കിലാലേട്ടന്റെ പാല് നശിപ്പിക്കാൻ ആരോ പാത്രത്തിൽ നാരങ്ങ ചേർക്കുന്നുണ്ട്. നമുക്കത് ആരാണെന്ന് കണ്ടുപിടിക്കണം. സംശയമുണ്ടോ? പക്ഷെ അതെങ്ങനെയാണ്? അതാരാണെങ്കിലും രാത്രി ഒളിച്ചു വന്നായിരിക്കും പാത്രത്തിൽ നാരങ്ങ ചേർക്കുന്നത്. ഒരുപക്ഷെ ഈ രാത്രി അയാൾ വന്നേക്കാം. ഐഡിയ. പിടിക്ക്, വേഗം പിടിക്ക്, ആ കള്ളനെ പിടിക്ക്. ഞാൻ പിടിച്ചു. എട കഴുതേ, എന്നെയല്ല, ആ കള്ളനെ പോയി പിടിക്ക്. ചന്നു, അറ്റാക്ക്.
അയ്യോ നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? പാലായിരുന്നോ? അതെ, ഞാൻ തന്നെയാ. താൻ എന്തിനാ മംഗിലാലേട്ടന്റെ പാല് ചീത്തയാക്കുന്നേ? പിന്നെ അല്ലാതെ എന്ത് ചെയ്യണമായിരുന്നു ഞാൻ? എന്റെ കയ്യിൽ നിന്ന് ആരും പാല് വാങ്ങാറില്ലായിരുന്നു. എല്ലാവർക്കും ആ മംഗലാലിന്റെ പാല് മതിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ദിവസവും അയാളുടെ പാലിൽ നാരങ്ങ ചേർത്ത് ചീത്തയാക്കി. അത് പിന്നെ ഒരിക്കലും അയാൾ പാല് വിൽക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു. മനസ്സിലായി. ഇനി താൻ ജയിലിൽ പോയി പാല് വിറ്റാ മതി. നന്ദിയുണ്ട് കുട്ടികളെ, ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചത്. മംഗിലാലേട്ടാ കുഴപ്പമില്ല, പണ്ട് മുതലേ ഞങ്ങൾ ഇവിടുത്തെ പാലല്ലേ കുടിച്ചു വളർന്നേ. കുടിക്ക് പോലെ നിനക്ക് വേണ്ടി പുതിയ പാത്രത്തിൽ കൊണ്ടുവന്ന പാലാണ്. അടിപൊളി. നിങ്ങൾ കാരണം എനിക്ക് എന്റെ പഴയ കടയിലേക്ക് വീണ്ടും തിരിച്ചു പോകാം. ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഈ മംഗിലാൽ ഉത്സാഹിന്റെ പാല് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. Yay!